ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യസഭ ദൈവ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ദൈവവേല ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ തീരുമാനം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചും അതെപ്രകാരം ചെയ്യണം എന്നതിനെയും കുറിച്ചും നാം വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ 12 ദിവസങ്ങൾ കൊണ്ട് ഹോപ്പ് ചാനലിലൂടെ ദൈവം അതിമനോഹരമായി നമുക്കൊരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. ആ 12 ദിവസം നാം പഠിച്ചതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി ഓർക്കുവാൻ വേണ്ടിയാണ് അവസാന ദിവസം 13ാമത്തെ ദിവസമായ അവസാന ദിവസം ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. നാം ഇതുവരെയും പഠിച്ച് ധ്യാനിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചുകൊണ്ട് നമ്മളെ തന്നെ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുവാൻ ഇന്ന് ദൈവം നമ്മളെ വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ദൈവ വേലയിൽ പിതാവേ, അടിയങ്ങൾ ദൈവമേ ആത്മാർത്ഥത കാണിക്കുവാനും മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഇറങ്ങിച്ചെന്ന് ദൈവവേല ചെയ്ത് അവരെ ആദായപ്പെടുത്തുവാൻ പിതാവേ അടിയങ്ങളെ അങ്ങ് ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഇനി അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് തർക്കിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഒരുമിച്ച് കൂടി വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതല്ല പൂർണ്ണമായിട്ടുള്ള ദൈവവേല. അന്യോന്യം പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയാലും ദൈവവചനത്താലും ആ വീഴ്ചയിൽ നിന്നും നാം എഴുന്നേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ, നശിക്കുവാൻ പോകുന്ന ഈ ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ആത്മീകമായിട്ടുള്ള ജീവിതത്തിലേക്ക് വഴി നടത്തുവാനുള്ള ഒരു ദൈവവേലയുടെ ദൗത്യമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട്, നിങ്ങളെ പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ, എല്ലാവരുടെ ഇടയിലും നിങ്ങൾ എത്തുക. നിങ്ങളൊരു പ്രദേശത്ത്, നിങ്ങൾ ആ പ്രദേശത്തിൽ നിങ്ങൾ പറയും, നമ്മുടെ സഭ ചുരുക്കം പേരേ ഉള്ളൂ, എൻ്റെ പ്രദേശത്തിൽ പുനരാഗമനകാംക്ഷി അഡ്വന്റിസ്റ്റുകാരനായ ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഒരാൾ മതിയല്ലോ. 12 പേർ ഈ ലോകത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം എത്തിച്ചുവെങ്കിൽ ആ ചെറിയ പ്രദേശത്ത് നീ ഒരൊറ്റ കുടുംബം മതി. നിൻ്റെ കുടുംബം ഒരൊറ്റ കുടുംബം മതി. ദൈവത്തിൻ്റെ സത്യം അവിടെ അറിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നീ ദൈവവേലയുമായി അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണം. അവരെ കർത്താവായ യേശു ക്രിസ്തുവിന് ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ ദൈവവേല എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം കടന്നു വരുന്നത്, അതിന് ധനമുണ്ടോ? എനിക്ക് അനേക ജോലിയുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിച്ചെന്നാൽ എൻ്റെ ജോലി ആര് നോക്കും? ദൈവവേല ചെയ്യുമ്പോൾ കൺവെൻഷൻ വയ്ക്കണം, ധനം അധികം വേണം. ഇതിനൊക്കെ ഉള്ള വഴി ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു ക്രിസ്തു തന്നെയാണ് വഴി. ആ വഴിയും യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നാം അത് പഠിച്ചു. ഒരിക്കൽ കൂടി നാം മനസ്സിലാക്കുകയാണ്. ഈ അവസാന ദിവസത്തിൽ നാം ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ പോവുകയാണ്. ആ വഴി ദൈവം കാണിച്ചു തന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1ഉം 8ഉം വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1ഉം
8 വാക്യങ്ങൾ ഇവിടെ പറയുമ്പോൾ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഇന്ന് നമുക്ക് സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തു ഈ വരദാനങ്ങൾ നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ? ഇന്ന് സൗജന്യമായുള്ള ചികിത്സയുണ്ട്, സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇന്നുണ്ട്. ആ സൗജന്യമായി ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് ലഭിക്കണമെങ്കിൽ അവൻ ആ സ്കൂളിൽ പോയി പഠിക്കണം, എന്നാലേ ആ വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. സൗജന്യമായി ഈ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ്, നീ ഇറങ്ങിച്ചെല്ല്, നിൻ്റെ വീട്ടിനടുത്തുള്ള നിൻ്റെ അയൽവാസിക്ക് ആവശ്യമുണ്ട്. എങ്ങനെ അയൽവാസിയെടുത്ത് മിണ്ടിയിട്ട് വർഷങ്ങളാകുന്നു. ശബദിൽ മാത്രം വഴക്ക് കൂടില്ല. കാരണം ശബദിൽ ശബദിൽ രാവിലെ വഴക്ക് കൂടാൻ വേണ്ടി വഴക്ക് പറയുന്ന അയൽവാസിയെടുത്ത് പറയും, ഇന്ന് ശബദായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നത്, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ. പള്ളിയിൽ പോകുന്നവരെ ശബദം ഉണ്ടായിരിക്കത്തുള്ളൂ. പള്ളിയിൽ പോയിട്ട് വരട്ടെ, ഇതിൻ്റെ മറുപടി ഞാൻ നിനക്ക് നൽകാം. ഇന്ന് സഭയിൽ ചെന്നാലോ, ഞാൻ പള്ളിക്കകത്തായതുകൊണ്ട് ഇതിനുള്ള മറുപടി നിനക്ക് നൽകുന്നില്ല. സഭയിലുള്ള വിശ്വാസികളുടെ അടുത്ത് അനുരഞ്ജനവും ദൈവത്തിൻ്റെ സമാധാനവും നാം കാണിക്കാതെ, നമ്മുടെ കുടുംബത്തിൽ അടുത്ത് താമസിക്കുന്ന അയൽവാസിയോട് സമാധാനവും ദൈവത്തിൻ്റെ വചനവും കാണിക്കാതെ എങ്ങനെയാണ് ദൈവം തന്ന ഈ വലിയ ദൗത്യവുമായി ഇറങ്ങി ചെല്ലേണ്ടത്? അപ്രകാരം സമാധാനത്തോടു കൂടിയും ദൈവസ്നേഹത്തോടു കൂടിയും നാം ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും അധികാരം ലഭിക്കണം. ക്രിസ്തു പറയുകയാണ്, നീ ഇറങ്ങിച്ചെല്ല്. നിൻ്റെ വീട്ടിനടുത്തുള്ള വ്യക്തികൾ, അടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ, നിൻ്റെ പ്രാർത്ഥന അവർക്ക് ആവശ്യമുണ്ട്. നിൻ്റെ പോക്കറ്റിൽ നിന്നും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം ഒരു കുടുംബത്തിൽ പോയി, നിനക്കറിയാം ആ വീട്ടിൽ കയറി ഒരു പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടുകാർ വേറെ രീതിയിൽ നോക്കും. പക്ഷേ നിൻ്റെ അയൽവാസിയെടുത്ത് നീ കയറി ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല. കയറി ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുവാൻ ഒരു കുഴപ്പവുമില്ല. നിൻ്റെ കുടുംബക്കാരൻ്റെ അടുത്ത് നീ കയറി ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അവർക്ക് വേണ്ടി കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, അവരെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ക്രിസ്തു പറയുകയാണ്, അനേക വ്യക്തികൾ നിൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. വെറുതെ ഇറങ്ങിച്ചെന്ന്, അതുകൊണ്ട് ഇന്നതാ ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു, വെറുതെ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഇന്ന് പല സുവിശേഷ വേലക്കാരും ഇന്ന് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവും നല്ല സ്വസ്ഥതയിലായിരിക്കും. അവർ ചെന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെടും. ഭാര്യയ്ക്ക് സുവിശേഷ വേലക്കാരനോട് വലിയ ഇഷ്ടം തോന്നും, ഭർത്താവിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടും. പിന്നെ സുവിശേഷ വേലക്കാരൻ അവിടുത്തെ കുടുംബനാഥനാകും. ഇന്ന് അനേക വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ട്. നീ സുവിശേഷം ചെയ്യുന്നത് എന്തിനാണ്? സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽക്. ഇന്ന് പല ഭവനത്തിലും പല ഭവനക്കാരും ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി മാസം തോറും അനേക പൈസ ചിലവാക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പറയും, നീ മാസം തോറും ചിലവാക്കുന്ന പൈസയുടെ ഒരംശം എനിക്ക് തന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതും പിന്നെ തന്നാൽ മതി, രോഗസൗഖ്യം ലഭിച്ചതിന് ശേഷം തന്നാൽ മതി. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽകുവാൻ പറയുകയാണ്. ഒന്നും പ്രതീക്ഷിക്കുവാൻ പാടില്ല. അവരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ തെറ്റായ സ്നേഹമോ പരിചരണമോ അവരുടെ വസ്തുവകകളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുവാൻ പാടില്ല. അതിന് നാം സൗജന്യമായി ആദ്യം നേടിയെടുക്കണം. ശിഷ്യന്മാർ നേടിയെടുത്തു. മാളിക മുകളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നേടിയെടുത്തു. ഇന്ന് നമ്മളുടെ സഭയിൽ നടക്കുന്ന പ്രാർത്ഥന എപ്രകാരമാണ്? നമ്മുടെ സഭ ഇന്ന് തുറന്നിരിക്കുന്നത്, ഞാൻ മുൻപുള്ള പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ സഭ ഇന്ന് തുറന്നിരിക്കുന്നത് ശബദിൽ ഒരു 4 മണിക്കൂർ മാത്രമാണ്. മറ്റു ദിവസങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുവാൻ സഭ തുറന്നിരുന്ന്
വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? സഭ തുറന്നിരിക്കുന്നത് പോട്ടെ, സഭാ ശുശ്രൂഷകൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വിശ്വാസികൾ ആ സഭയിൽ ചുറ്റും താമസിക്കുന്ന വ്യക്തികളുടെ വീട്ടിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരനുഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൊറോണ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഇപ്പോൾ പുനരാഗമന കാംക്ഷികൾ അല്ലെങ്കിൽ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ പോകുന്നില്ല, വേറൊരു സഭയിലേക്ക് കടന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് പോകാത്തത്? ഞാൻ സഭയിൽ പോകുന്നില്ല, പക്ഷേ ഞാൻ ശബദ് ഭവനത്തിൽ നിന്ന് ആരാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ആഴ്ചവൃത്തത്തിന് 1-ാം നാൾ ആ സഭയിലും പോകുന്നുണ്ട്. അതെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കൊറോണ പിടിച്ച് എൻ്റെ കുടുംബം 2 ആഴ്ച ഞാൻ വീട്ടിനകത്തായിരുന്നു. 2 ആഴ്ച വീട്ടിനകത്തായിരുന്നു. ഈ സഭയിലെ സഭാ ശുശ്രൂഷകനോ ആരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഫോൺ കോൾ ഇപ്പോൾ ചെയ്യാം ഒരു കാര്യവും അന്വേഷിച്ചില്ല. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തതുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്നെയും ഞാൻ വിളിച്ചു, നീയും എടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനും എടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, പക്ഷേ എനിക്കതിൽ വളരെ വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്ന ഈ സഭക്കാർ അവർ എല്ലാ ദിവസവും എൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് വന്നിട്ട് പറയും, ജനലും വാതിലും തുറന്നിട്ട് എൻ്റെ അടുത്ത് അകത്തിരിക്കാൻ പറഞ്ഞിട്ട് ആ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിന്ന് ഉറക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും. ഈ വിശ്വാസി എവിടെ ചെല്ലും? സഭ, സത്യസഭയുടെ പ്രവൃത്തി എവിടെ നിൽക്കുന്നു? ജനങ്ങൾ മരിച്ചുകൊണ്ട് നിൽക്കുന്നു. നമുക്ക് സത്യമുണ്ട്, നമുക്ക് അടിസ്ഥാന സത്യമുണ്ട്, ത്രിവിധ ദൂതുണ്ട്, ശബദിൻ്റെ അടിസ്ഥാനമുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. എന്ത് പ്രയോജനം? ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റി കൊടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചും തന്നിരിക്കുന്നു. അതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അതേ ജീവിതം നയിച്ചു. നാമും ദൈവത്തിൻ്റെ വചനമെല്ലാം നമ്മളുടെ ഇടയിലുണ്ട്. എന്നാൽ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും എന്താണ് ഒരു വ്യക്തിക്ക് ആവശ്യമെന്ന് നമുക്കറിയാമോ? ഒരു ഭവനത്തിൽ പോകുമ്പോൾ നമ്മൾ പല അടിസ്ഥാന തത്വങ്ങളും അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാൻ പോകുന്നു. ആ സമയത്ത് അവർക്ക് ആവശ്യം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് അവിടെ കുമിച്ചു കൂട്ടാനല്ല. ആ അറിവിൽ നിന്നും ഏതറിവാണ്, ഏത് കാര്യമാണ് അവർക്ക് എത്തിക്കണം എന്നിട്ടുള്ള ജ്ഞാനമുണ്ടാകണം. ആ ജ്ഞാനത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞേ മതിയാകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ സഭ ശനിയാഴ്ച മാത്രമല്ല മറ്റു ദിവസങ്ങളും തുറന്ന് ആ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും കാത്തിരിക്കണം. നമ്മുടെ സഭയിൽ ഉണർവില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. സത്യമുണ്ട്, എന്നാൽ സത്യം ജീവിതത്തിലുണ്ടോ? ആ ജീവിതത്തിൽ ഉണർവും നവീകരണവും ഉണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനയും സത്യം നമ്മളിലുണ്ട് എന്താണെന്നറിയാം. എന്നാൽ ആ സത്യം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, ആ സത്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ് നമുക്കുണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ അധികാരം സൗജന്യമായി ഇന്ന് എനിക്കും നിനക്കും നൽകുവാൻ ദൈവം കാത്തു നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കാത്തു നിൽക്കുകയാണ്. ആ സൗജന്യ ദാനം നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു മരുഭൂമിയിലേക്ക് നാം ചെല്ലേണ്ട ആവശ്യമുണ്ട്. എന്താണ് ആ അവസ്ഥയെന്ന് കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ കഴിഞ്ഞ യൂട്യൂബ് ചാനൽ, ഹോപ്പ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയോടുകൂടി അത് പഠിക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കമൻ്റ് എഴുതാം, അവർക്ക് ഇമെയിൽ എഴുതാം. നമുക്ക് എന്തെങ്കിലും തെറ്റായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. എന്നാൽ അത് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു മരുഭൂമിയുടെ അവസ്ഥ ലോകത്തിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ വേണ്ടി ഒരു മാളിക മുകളിൽ, ദ അപ്പർ റൂം എക്സ്പീരിയൻസ്, മാളിക മുകളിലെ അനുഭവം നമുക്കുണ്ടായിരിക്കണം.
ആ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല, നമ്മുടെ സഭ ഇങ്ങനെ ഇരിക്കത്തില്ല. ആ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ശബത്തിൽ 12 മണി 1:30 കഴിഞ്ഞ് ഓടുവാനിരിക്കുന്ന വ്യക്തികൾ ഓടിക്കഴിഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം ആ ചുറ്റുമുള്ള വ്യക്തികളുടെ ഇടയിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചെല്ലും. അങ്ങനെയുള്ള സഭ ആ ചുറ്റുമുള്ള വ്യക്തികളുടെ ഓരോ ഭവനത്തിലും പ്രാർത്ഥിക്കുവാൻ ചെല്ലും. അങ്ങനെയുള്ള സഭാവിശ്വാസികൾ അവർ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ചുറ്റും താമസിക്കുന്ന ആ കുടുംബങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുത്ത് ദൈവത്തിൻ്റെ സത്യവചനം അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരെയും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തും. ആമേൻ. ഈ ഒരു വേല ഇന്ന് നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ടോ? നമുക്ക് കുറച്ച് സത്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കണമെങ്കിൽ നമ്മളുടെ ഒരു നാടൻ ഭാഷ, അവനെ പിടിക്കണമെങ്കിൽ പിന്നെ ഒരു 10 പേര് വേണം. സത്യവും കിട്ടി, ആ സത്യം എത്തിക്കാനുള്ള അധികാരവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 10 പേര് പോരാ, പിന്നെ പിടിക്കാൻ ബുൾഡോസറിനെ കൊണ്ടുവരേണ്ടി വരും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അടുത്ത് വരണം, നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നിനക്ക് അധികാരം നൽകുന്നത് നീ ജനങ്ങളുടെ ഇടയിൽ എത്തുവാൻ വേണ്ടിയാണ്. അത് ഏത് അധികാരവുമായിക്കോട്ടെ. അധികാരം മാത്രം, ഈ ലോകത്തിൻ്റെ അധികാരം പിടിച്ചുകൊണ്ട് യെരുശലേമിൽ നിന്നും ഒരു പ്രവാചകൻ പോലും വന്നിട്ടില്ല ക്രിസ്തുവിന് ശേഷം. പിന്നെ ക്രിസ്തു തിരഞ്ഞെടുത്ത സഭയാകുന്ന ആ ശിഷ്യന്മാരുടെ സഭയിൽ നിന്നും മാത്രമേ വന്നിട്ടുള്ളൂ. ശിഷ്യന്മാർ ദൈവം അധികാരം കൊടുത്തിട്ട് ജനങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ എന്നല്ല പറഞ്ഞത്, ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലട്ടെ. ഇന്ന് നമ്മുടെ സഭതായിരിക്കുന്നു. സത്യം ആവശ്യമുള്ളവർ കയറി വരട്ടെ. നമ്മുടെ സഭ സത്യസഭയാണ്. മറ്റ് സഭയെപ്പോലെ ജനങ്ങളുടെ ഇടയിൽ പോയി തെണ്ടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചിന്തിക്കുന്നവർ ചിന്തിക്കുക. ഇന്ന് നമ്മുടെ സഭയിൽ ദശാംശവും സ്തോത്ര വഴിപാടും വയ്ക്കുമ്പോൾ അതിനുള്ള ആത്മീക ഉണർവ്, ദശാംശവും സ്തോത്ര വഴിപാടും വയ്ക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ, വേറെ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥനയാൽ നീ നേടിയെടുത്തു കൊടുക്കുന്നുണ്ടോ എന്ന് അധികാരികളും സഭാ ശുശ്രൂഷകന്മാരും സഭയിലുള്ള വിശ്വാസികളും ചിന്തിച്ചാൽ നമ്മുടെ സഭ ഉറങ്ങിക്കിടക്കില്ല, ഉണർന്നു വരും. ഉണർവും നവീകരണവും ഉണ്ടാകും. തീർച്ചയായിട്ടും പിന്മഴയുടെ അനുഭവം ഉണ്ടാകും. അനേക വ്യക്തികൾ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യരായിക്കൊള്ളും. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം അധികാരം നൽകുമ്പോൾ എപ്രകാരമായിരിക്കണം? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്ന, പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ടും നാം ജഡത്തിലും ആത്മാവിലും സകല കന്മഷവും നീക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചിട്ടുമില്ല. ആരോടും അന്യായം ചെയ്യുവാൻ പാടില്ല, ആരെയും കെടുത്തുവാൻ പാടില്ല, ആരെയും വഞ്ചിക്കുവാൻ പാടില്ല. ന്യായമായിട്ടുള്ളത് വേലക്കാർക്ക് കൊടുക്കുക, അധികാരികൾ. ന്യായമായിട്ടുള്ളത് വേലക്കാർക്ക് സഭാവിശ്വാസികൾ കൊടുക്കുക. വേലക്കാർ ന്യായമായിട്ടുള്ളത് ദൈവവേല ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക. ആരെയും വഞ്ചിക്കുവാൻ പാടില്ല. വഞ്ചിച്ച് അധികാരം നേടുക, വഞ്ചിച്ച് സഭ പിടിച്ചടക്കുക, വഞ്ചിച്ച് ഒരാളെ സഭയിൽ നിന്നും പുറത്താക്കുക പാടില്ല. ഇവിടെ പറയുന്നത് ആരെയും കെടുത്തുവാൻ പാടില്ല. ശുദ്ധനായി നടക്കുന്നവനെ നമ്മുടെ കൂട്ടത്തിലാക്കുവാൻ കൊണ്ടുപോയി കെടുത്തുന്ന അവസ്ഥ. ആരെയും കെടുത്തുവാൻ പാടില്ല. ഒരുവൻ സത്യത്തിലും ആത്മാവിലും ചോദ്യങ്ങൾ ചെയ്ത് നടക്കുന്നവനെ യവൻ ഇനി ചോദ്യം ചെയ്യുവാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കസേര അങ്ങ് കൊടുക്കും. പിന്നെ ജീവിതകാലം വരെ ആ കസേരയുടെ പിറകിൽ അങ്ങിരിക്കും. യവൻ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട്, തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവൻ ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ ചെയ്യും എന്ന ചിന്തയോടുകൂടെ കൊടുത്തു നോക്ക്. ദൈവവേല അധികമാകും. നമ്മുടെ സഭ വളരും.
സഭയിൽ ജനങ്ങൾ വർദ്ധിക്കും, ദശാംശം വർദ്ധിക്കും, അനേക പേർക്ക് അത് ആഹാരമായി തീരും. ഇവിടെ ദൈവത്തിൻ്റെ അധികാരമുണ്ട്, ഭത്സിക്കുവാനുള്ള അധികാരമുണ്ട്, രോഗസൗഖ്യത്തിൻ്റെ അധികാരമുണ്ട്. ഇന്ന് ഇതൊന്നുമില്ലാതെ വെറും ഒരു പേരെന്ന അധികാരം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന അധികാരം എനിക്കുണ്ടെന്ന് പറയുന്നവർക്കുള്ള അഹങ്കാരം ഇന്ന് നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതല്ല. ഇവിടെ രോഗസൗഖ്യത്തിൻ്റെ അധികാരമാണ്, ഡോക്ടറുടെ അധികാരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥനയാൽ നേടിയെടുക്കുന്ന അധികാരം കൊടുത്തിട്ടും ഇതുകൊണ്ട് അഹങ്കരിക്കാതെ അവരുടെ പ്രിയമുള്ളവർ, ഇതാരാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നപ്പോൾ അധികാരം ലഭിച്ചു, സഭയിൽ നിന്ന് മഹാപുരോഹിതനിൽ നിന്ന് അധികാരം ലഭിച്ചു, അനേക പേർ കൊന്നൊടുക്കിക്കൊണ്ട് നടന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചപ്പോൾ ഇതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയാണ്. ഇത് നീ വാങ്ങ്, നിനക്ക് നല്ലതായിരിക്കും. ആ ഒരു മനോഭാവം ഇന്ന് എനിക്കും നിനക്കും ഉണ്ടോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ആ ഒരു മനോഭാവം വരുവാൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വാതിൽ തുറക്കുന്നുണ്ടോ? അതിന്ന് സഭയിൽ ഉന്നതിയിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, സഭാ ശുശ്രൂഷകനായിക്കോട്ടെ, സഭയിലെ വിശ്വാസി ആയിക്കോട്ടെ, നീ ഇന്ന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ക്രിസ്തു നിന്നിലേക്ക് വസിച്ച് ഉപവാസത്താലും പ്രാർത്ഥനയാലും പരിശുദ്ധാത്മാവിനെ നേടിയെടുത്തുകൊണ്ട് ആത്മാവിൻ്റെ വരങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോയില്ല എങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന സൗജന്യമായി നിനക്ക് നൽകിയിരിക്കുകയാണ്. നീ സഭയിലെ ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിനക്ക് പ്രാർത്ഥിച്ചാൽ ആ വിശ്വാസിക്ക് രോഗസൗഖ്യം ലഭിക്കില്ല എന്ന് പറയുന്നുവെങ്കിൽ നീ യോഗ്യനല്ല, ദൈവവേലയ്ക്ക് യോഗ്യനല്ല. ആ കസേരയിലിരിക്കാൻ യോഗ്യനാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് പാസ്റ്ററായി സഭാ ശുശ്രൂഷകനായി സഭയിൽ ചെല്ലുമ്പോൾ ഒരു വിശ്വാസിയുടെ ആവശ്യമറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ആവശ്യം നേടിയെടുത്തു കൊടുക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് ലഭിച്ചില്ല എങ്കിൽ നീ ആ ജോലിക്ക് യോഗ്യനല്ല. യോഗ്യനായി വന്നിട്ട് നീ സുവിശേഷ വേല ചെയ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, 3 വർഷം സ്പൈസർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, 2 വർഷം പഠിക്കുന്നവരുണ്ട്, സ്വമേധാ വേലക്കാരുണ്ട്. നിങ്ങൾ വേല ചെയ്യുവാൻ വരുന്നതിന് മുൻപ്, ലെറ്റർ ലഭിച്ചതിന് ശേഷവും അതിന് മുൻപോ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ അധികാരങ്ങളൊക്കെ നേടിയെടുക്കുക. സൗജന്യമായി വെച്ചിരിക്കുകയാണ്. ദൈവവേലയ്ക്ക് പോകുമ്പോൾ ഈ അധികാരം നേടിയെടുക്കുക. ദൈവം സൗജന്യമായി നൽകുവാൻ പോകുകയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്നത് കൂടെ തന്നെ അതിന് പ്രകാരം ജീവിച്ച് ഞാനൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ രോഗസൗഖ്യമുണ്ടാകുന്നു. ഞാനൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ യൗവനക്കാരെല്ലാം നല്ല വഴിക്ക് നടക്കുന്നു, അതിനുള്ള വഴി ദൈവം തുറന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ ദൈവവേല നടക്കുന്നതും അവർ സന്തോഷത്തോടുകൂടി ദശാംശവും കാണിക്കുകയും വെക്കുന്നതും സഭ വളരുന്നതും. അപ്രകാരമുള്ളൊരു ദൈവവേലയിൽ ഞാനും നിങ്ങളും ഏർപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, ജനങ്ങളുടെ ഇടയിൽ സത്യസഭ എത്തേണ്ട ആവശ്യമുണ്ട്. ആ സത്യസഭ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ അതെത്തുവാനുള്ള വഴി ഇന്നങ്ങ് തുറന്നു തരണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.